വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ. നമസ്കാരം. ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സമരം നടത്തുന്ന PSC ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാതെ സർക്കാർ. LGS റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടില്ല. പുതിയ തസ്തിക കൂട്ടാനോ ലിസ്റ്റുള്ളവരുടെ നിയമനം വേഗത്തിലാക്കാനോ തീരുമാനമില്ല. വിവിധ വകുപ്പുകളിൽ 10 വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തും. PSCക്ക് വിട്ട ഒഴിവുകളിൽ സ്ഥിരപ്പെടുത്തൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തും. മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ കടുത്ത നിരാശയുമായി PSC ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധം. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മാർച്ചിൽ വ്യാപക സംഘർഷം. ഇല്ലാത്തൊഴിവിൽ ആളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് A. വിജയരാഘവൻ. സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് AIYF. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി നല്ല പിള്ള ചമയാൻ ശ്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. മോദിയെ കണ്ടപ്പോൾ പിണറായി കവാത്ത് മറന്നെന്ന് വിമർശനം. BJPയുടെ വിജയയാത്ര പിണറായിക്ക് വേണ്ടിയുള്ള യാത്രയെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രിക്ക് അതൃപ്തി. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേരളത്തിൽ BJPക്ക് എന്തു മാറ്റമുണ്ടാക്കാനായെന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ നരേന്ദ്രമോദി. വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയായിരിക്കണം ലക്ഷ്യമെന്നും നരേന്ദ്രമോദി. ഇടതുമുന്നണിയിൽ 13 സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങി കേരള കോൺഗ്രസ്. കോട്ടയം ജില്ലയിൽ 6 സീറ്റുകൾ ആവശ്യപ്പെടും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ. മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ളവരെ കണ്ടെത്താൻ സർവേയുമായി ജോസഫ് ഭാഗം. 9 മണ്ഡലങ്ങളിൽ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം. പരിഗണനയിലുള്ളത് ഓരോ മണ്ഡലത്തിലും 3 വീതം പേരുകൾ. തിരുവനന്തപുരത്ത് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂട്ടരാജി. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അവകാശവാദവുമായി LJD. സ്ഥാനാർത്ഥിത്വം തള്ളാതെ KP മോഹനൻ. കൂത്തുപറമ്പ് LJDക്ക് നൽകിയാൽ KK ശൈലജ മണ്ഡലം മാറും. മേജർ രവി അനുനയിപ്പിക്കാൻ BJP നേതൃത്വം. PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും മേജർ രവിയെ കണ്ടു. BJPക്കായി പ്രവർത്തിച്ചിട്ടും അവഗണിക്കപ്പെട്ടതിൽ അതൃപ്തിയുണ്ടെന്നും താൻ കോൺഗ്രസിൽ ചേർന്നിട്ടില്ലെന്നും മേജർ രവി. UDFിലെത്തിയ മാണി സി കാപ്പന്റെ പാർട്ടി പ്രഖ്യാപനമുടൻ. പാർട്ടി രൂപീകരണത്തിനായി 10 അംഗ സമിതി. ഈ മാസം തന്നെ ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. നേട്ടങ്ങൾ വിശദമാക്കാൻ പാലാ മണ്ഡലത്തിൽ വികസന യാത്ര നടത്തുമെന്ന് മാണി സി കാപ്പൻ. മാണി സി കാപ്പനൊപ്പം NCP പ്രവർത്തകർ പോയിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കാപ്പനൊപ്പം പോയ കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കി. ശരത് പവാറിനെ സ്വാധീനിക്കാൻ ബാഹ്യശക്തി ഇടപെട്ടെന്ന കാപ്പന്റെ പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും AK ശശീന്ദ്രൻ. കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രതിയെ പിടിക്കാൻ പോയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. SI അടക്കം 4 പേർക്ക് പരിക്ക്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ CPIM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. CPIM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 50 പേർക്കെതിരെ കേസ്. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസിനെ തള്ളി കസ്റ്റംസ്. കമ്മീഷണർക്ക് നേരെ നടക്കുന്നത് 4ാമത്തെ ആക്രമണ ശ്രമമെന്ന അന്വേഷണ സംഘം. പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയെന്നും കസ്റ്റംസിന്റെ വിലയിരുത്തൽ. കേന്ദ്ര നിർദ്ദേശപ്രകാരം അന്വേഷണത്തിനും കസ്റ്റംസ് തീരുമാനം. രാജ്യത്ത് തുടർച്ചയായ 7ാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 26 പൈസയും ഡീസലിന് 31 പൈസയും വർദ്ധിപ്പിച്ചു. പാചകവാതക വിലയിലും വർധന. സിലിണ്ടറിന് 50 രൂപ കൂട്ടി. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് ഇടക്കാല ജാമ്യം. അസുഖബാധിതയായ അമ്മയെ കാണാൻ അനുവദിച്ചത് 5 ദിവസത്തെ ജാമ്യം. കടുത്തുബാധികളുടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഉത്തർപ്രദേശ് പോലീസിന്റെ എതിർപ്പ് മറികടന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ K-ഫോണിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്ന്. വീഡിയോ കോൺഫറൻസിംഗ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. K-ഫോൺ കണക്ടിവിറ്റി പൂർത്തിയായത് 7 ജില്ലകളിലായി 1000 സർക്കാർ സ്ഥാപനങ്ങൾ. കൊച്ചി വാഴക്കാലയിൽ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കന്യാസ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മജിസ്റ്റീരിയൽ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് തൃക്കാക്കര പോലീസ്. ബന്ധുക്കളുടെ മൊഴിയെടുത്തു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഹൈദരലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. മാണി സി കാപ്പൻ വന്നത് ഒറ്റയ്ക്കല്ലെന്നും കാപ്പനെ ഘടകകക്ഷിയാക്കുന്നതിൽ മുന്നണിയിൽ അസ്വാരസ്യങ്ങളില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. INL സംസ്ഥാന നേതൃത്വത്തിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി വിമത വിഭാഗം. INL സ്ഥാപക നേതാവ് ഇബ്രാഹിം സുലൈമാൻ സെറ്റിന്റെ പേരിൽ പണം പിരിച്ച് വൻ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം. കോഴിക്കോട് ആസ്ഥാനമായി സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കാനെന്ന പേരിൽ വിദേശത്തു നിന്നടക്കം 4 കോടിയിലധികം രൂപ പിരിച്ചെടുത്തെന്ന് നേതാക്കൾ. വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക്. 140 പുതിയ തസ്തികകൾക്ക് മന്ത്രിസഭ അനുമതി നൽകിയെന്ന് ആരോഗ്യ മന്ത്രാലയം.
115 അധ്യാപക തസ്തികകളും 25 അനധ്യാപക തസ്തികകളും ഉൾപ്പെടെയുള്ളവ സൃഷ്ടിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് CCTV ദൃശ്യങ്ങൾ കൈമാറും. ഹൈടെക് സെൽ SP-ക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ദേശീയ വാർത്തകൾ. ട്വിറ്ററിലെ ടൂൾ കിറ്റ് വിവാദത്തിൽ പരിസ്ഥിതി പ്രവർത്തക ദിശ രവിയുടെ അറസ്റ്റിൽ പ്രതിഷേധം. ദിശയെ ഉടൻ മോചിപ്പിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. വിമർശനവുമായി അരവിന്ദ് കെജ്രിവാളും സീതാറാം യെച്ചൂരിയും. ആക്ടിവിസ്റ്റുകളായ നികിത ജേക്കബിനും ശാന്തനുവിനും അറസ്റ്റ് വാറന്റ്. രാജ്യത്ത് 11,649 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ 90 മരണം. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,09,16,589. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ ഉയരുന്നതിൽ ആശങ്ക. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിക്ക് കോവിഡ്. തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സ്റ്റേജിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മൂലധനത്തെക്കാൾ വലുത് ജനങ്ങളുടെ സ്വകാര്യതയാണെന്ന് സുപ്രീം കോടതി. പരാമർശം വാട്സാപ്പ് സ്വകാര്യതാ നയം മാറ്റം പരിഗണിക്കവേ ഹർജിയിൽ ഫേസ്ബുക്കിനും വാട്സാപ്പിനും നോട്ടീസ്. ഡൽഹി പോലീസിനെ പ്രശംസിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹി പോലീസിന് വിവിധതരം ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇന്ത്യയിലെ മറ്റൊരു പോലീസ് സേനയും ഇത്രയധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ്. മഹാരാഷ്ട്രയിൽ വാഹനാപകടത്തിൽ 16 മരണം, 5 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളുമായി പോയ ട്രക്ക്. അപകടം ജൽഗാവ് ജില്ലയിൽ. ഇൻസ്റ്റഗ്രാം ലൈവ് ചാറ്റിനിടെ വർഗീയ പരാമർശം നടത്തിയതിന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിനെതിരെ കേസെടുത്ത് ഹരിയാന പോലീസ്. സ്പിന്നർ യുസവേന്ദ്ര ചഹലിനെതിരെ ബാങ്ക് എന്ന പരാമർശത്തിലാണ് കേസ്. നടപടി ദളിത് പ്രവർത്തകൻ ജദ് കൽസാന്റെ പരാതി. ഭഗവത്ഗീതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും 25,000 പൗരന്മാരുടെ പേരും വഹിക്കുന്ന സാറ്റലൈറ്റ് അടുത്തയാഴ്ച ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ട്. PSLV വിക്ഷേപിക്കുന്ന സതീഷ് ധവാൻ സാറ്റലൈറ്റ് ആയിരിക്കും ഇവ വഹിക്കുക. വിദ്യാർത്ഥികളിൽ സ്പേസ് സയൻസ് സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന സ്പേസ് കിഡ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് സാറ്റലൈറ്റിന്റെ വിക്ഷേപണം. തങ്ങൾക്കെതിരായ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ സഹോദരിമാർ സമർപ്പിച്ച ഹർജി ഇന്ന് ബോംബെ ഹൈക്കോടതിയിൽ. റിയ ചക്രവർത്തിയുടെ പരാതിയിൽ എടുത്ത കേസിനെതിരെയാണ് നടപടി. പാചകവാതക ഗ്യാസ് സിലിണ്ടർ വില വർധനവിനെതിരെ കേന്ദ്രത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പൊതുജനങ്ങളെ കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം അനിൽ അംബാനി ഉൾപ്പെടെയുള്ളവരുടെ ഉന്നമനത്തിനാണെന്നും വിമർശനം. ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുന്നതിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി RJD. നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് RJD MP മനോജ് ജാ. തമിഴ്നാട്ടിലെ വിരുദ്നഗർ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 20. അപകടമുണ്ടായത് ഈ മാസം 12-ന്. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരം. ഉത്തരാഖണ്ഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരണം 54 കാണാതായി. 151 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കാർഷിക നിയമങ്ങൾക്കെതിരായ മഹാപഞ്ചായത്തുകൾക്ക് പിന്നാലെ യൂണിറ്റി റാലിയുമായി കർഷകർ. രാജ്യത്തെ തൊഴിലാളി യൂണിയനുകളും കർഷകരും റാലിയിൽ പങ്കെടുക്കും. ഹാർമൽ ലേബറൽ യൂണിറ്റി റാലിക്ക് ഈ മാസം 21-ന് ബർണലയിൽ തുടക്കം. ദേശീയപാതയിലെ ടോൾ പാസുകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഫാസ്ടാഗ് നിർബന്ധം. ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് ഇരട്ടിത്തുക പിഴ. ഇനിയും കൂടുതൽ സമയം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. കോളേജിൽ ഐറ്റം സോങ്സിന് ഡാൻസ് കളിച്ചതിന് ബീഹാറിൽ കോളേജ് പ്രിൻസിപ്പലിനും അധ്യാപകർക്കും സസ്പെൻഷൻ. 12 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കെതിരെ നടപടി. തീരുമാനം അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാണിച്ചു. ജയിൽ മോചിതനായ ശേഷം തന്റെ നിലപാട് വ്യക്തമാക്കി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുനവർ ഫറൂഖി. കോമഡി ഫീൽഡിൽ നിന്ന് പിന്മാറില്ല. തന്റെ പേരിലുണ്ടായ സംഭവങ്ങളിൽ ഫാൻസിനോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് മുനവർ ഫറൂഖി. മുനവറിന് തടവ് ശിക്ഷ ലഭിച്ചത് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന കേസിൽ BJP നൽകിയ പരാതി. ഓഹരി വിപണിയിൽ മികച്ച മുന്നേറ്റം. ആദ്യമായി സെൻസെക്സ് 52,000 കടന്നു. സെൻസെക്സ് 451 പോയിന്റ് നേട്ടത്തിൽ 52,005-ലും നിഫ്റ്റി 122 പോയിന്റ് ഉയർന്ന് 15,285-ലുമെത്തി. ആഗോള വിപണികളിലെ നേട്ടം ആഭ്യന്തര സൂചികകളിൽ പ്രതിഫലിച്ചു. വാലന്റൈൻ ദിനാഘോഷം നടത്തിയെന്ന പേരിൽ ഭോപ്പാലിലെ റെസ്റ്റോറന്റ് തല്ലിത്തകർത്ത ശിവസേന പ്രവർത്തകർ. കേസിൽ BJP മുൻ MLA ഉൾപ്പെടെ 17 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അന്താരാഷ്ട്ര വാർത്തകൾ.
കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക വളർച്ചയിൽ 4.8% ഇടിവ് രേഖപ്പെടുത്തി ജപ്പാൻ. ആഭ്യന്തര വിപണികളുണ്ടായ ഇടിവും കയറ്റുമതി കുറഞ്ഞതും തിരിച്ചടി. 2020 നാലാം പാദത്തിൽ സാമ്പത്തിക രംഗത്ത് ഉണർവ് പ്രകടമായെങ്കിലും വേണ്ടത്ര വളർച്ച കൈവരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞില്ലെന്ന് വിദഗ്ധർ. മ്യാൻമറിൽ സൈനിക അട്ടിമറിക്കെതിരായ പ്രക്ഷോഭം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി സൈന്യം. പ്രധാന നഗരങ്ങളിൽ സായുധ സേനയെ വിന്യസിച്ചു. പ്രതിഷേധക്കാരെ നേരിടാൻ സൈന്യം റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തി. പ്രമുഖ പലസ്തീൻ കവി മൗറിദ് ബർഗൌട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പ്രതിനിധിയായി ദീർഘകാലം പ്രവർത്തിച്ചു. വടക്കൻ ഇറാഖിൽ തട്ടിക്കൊണ്ടുപോയ 13 തുർക്കി പൗരന്മാരെ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ചു US. കൊലയ്ക്ക് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയാണെന്ന് തുർക്കി അധികൃതർ. കൊല്ലപ്പെട്ടവരിൽ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രി. റഷ്യയിലെ കുപ്രസിദ്ധ സീരിയൽ കില്ലർ എഡ്വേർഡ് സെറൻസോവിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച റഷ്യൻ കോടതി. ശിക്ഷ സുഹൃത്തുക്കളെ കൊന്ന് ഭക്ഷിച്ച കേസിൽ. കേസിനാസ്പദമായ സംഭവം നടന്നത് 2016. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സമൂഹ മാധ്യമങ്ങൾ സഹോദരി പുത്രി ദുരുപയോഗം ചെയ്യുന്നതായി പരാതി. വിമർശനം കമലയുടെ സഹോദരി മായ ഹാരിസിന്റെ മകൾ മീന ഹാരിസിനെതിരെ. വൈസ് പ്രസിഡന്റിന്റെ പേര് സ്വന്തം ബ്രാൻഡിനായി ഉപയോഗിക്കുന്നുവെന്നാണ് ആക്ഷേപം. ചൈനീസ് കമ്പനി വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ഇന്ന് സിംബാബ്വേയിലെത്തും. 2 ലക്ഷം വാക്സിനുകളാണ് എത്തുകയെന്ന് വാർത്താമന്ത്രി മോണിക്ക മുൻസാങ്വ. ചൈന സിംബാബ്വേക്ക് വാക്സിൻ നൽകുന്നത് സൗജന്യമായി. ന്യൂസിലാൻഡിൽ കത്തിയാക്രമണത്തിൽ 2 മരണം. അക്രമി പിടിയിൽ. 2 പേർക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി ഇസ്രായേൽ. വിദേശത്തുനിന്ന് ദിവസം 2000 യാത്രക്കാർക്ക് രാജ്യത്തെത്താൻ അനുമതി. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ജനുവരി 25 രാജ്യത്തെ എയർപോർട്ടുകൾ അടച്ചിരുന്നു. ന്യൂസിലൻഡുമായുള്ള ട്രാവൽ ബബിൾ നിർത്തിവെച്ച് ഓസ്ട്രേലിയ. നടപടി ഓക്ലൻഡിൽ പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് ന്യൂസിലൻഡിൽ നിന്നുള്ള വിമാനങ്ങളെ റെഡ് സോണിൽ ഉൾപ്പെടുത്തി ഓസ്ട്രേലിയൻ ആരോഗ്യവകുപ്പ്. G7 നേതാക്കളുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച വെർച്വൽ യോഗം നടത്തും. കോവിഡ് വ്യാപനം, ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധി, ചൈനയുമായുള്ള ബന്ധം എന്നീ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വർഷത്തെ ഹജ്ജിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രത്യേക മെഡിക്കൽ സംഘം ഹജ്ജിന് ഉണ്ടാകും. കഴിഞ്ഞ തവണ അവസരം നൽകിയത് 1000-ഓളം പേർക്ക്. ഒമാനിൽ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തസ്തികകൾ സ്വദേശീവൽക്കരിച്ചു. സ്വദേശികൾക്ക് 32,000 തൊഴിലവസരങ്ങളിൽ സ്വകാര്യ മേഖലയിൽ സൃഷ്ടിക്കും. ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ്. സൗദിയിൽ കഴിഞ്ഞ മാസം മാത്രം ലൈസൻസ് നൽകിയത് 115 കമ്പനികൾക്ക്. 1.63 ശതകോടി റിയാൽ ചെലവിലാണ് കമ്പനികൾ സ്ഥാപിക്കുന്നത്. വ്യവസായ ധാതു ഉപഭോഗ മന്ത്രാലയം. 66 ഫാക്ടറികൾ പ്രവർത്തനം തുടങ്ങിയെന്നും അധികൃതർ. ചരിത്ര നേട്ടവുമായി സൗദിയിലെ യാബു തുറമുഖം. പ്രതിദിനം 18,675 ടൺ എന്ന നിലയിൽ കയറ്റുമതി വർദ്ധിച്ചെന്ന് പോർട്ട് അതോറിറ്റി. പ്രതിവർഷം 210 ദശലക്ഷം ടൺ വരെ ചരക്ക് കൈകാര്യം ചെയ്യാൻ സാങ്കേതിക സൗകര്യങ്ങൾ സജ്ജമാണെന്നും അധികൃതർ. നോക്കാം സ്പോർട്സ് വാർത്തകൾ. ചെപ്പോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ച ലീഡ്. 2ാം ഇന്നിംഗ്സിൽ തുടക്കത്തിലെ തിരിച്ചടിയിൽ നിന്നും കരകയറി വിരാട് കോഹ്ലിക്കും അശ്വിനും അർദ്ധ സെഞ്ചുറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ജയം. ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് 2-4 ഗോളിന്. സ്പാനിഷ് ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. വലൻസിയയെ പരാജയപ്പെടുത്തിയത് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് പരമ്പര പ്രതിസന്ധിയിൽ. പരമ്പരയ്ക്കായി തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വിട്ടുനൽകാൻ കഴിയില്ലെന്ന് നടത്തിപ്പ് അവകാശമുള്ള കമ്പനി. ആർമി റിക്രൂട്ട്മെന്റ് റാലിക്കായി സ്റ്റേഡിയം അനുവദിച്ചിരിക്കുകയാണെന്ന് വിശദീകരണം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മുംബൈ സിറ്റി FC ബംഗളൂരു FC നേരിടും. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. നോക്കാം ജില്ലാ വാർത്തകൾ. പുൽവാമ ഭീകരാക്രമണത്തിന്റെ 2ാം അനുസ്മരണ ദിന ചടങ്ങ് തിരുവനന്തപുരം പാളയത്ത് നടന്നു. ചടങ്ങിന് നേതൃത്വം നൽകി അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ കമ്മിറ്റി. തിരുവനന്തപുരം വണ്ടന്നൂരിൽ വീണ്ടും മോഷണ പരമ്പര. വണ്ടന്നൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ കാർ ഷെഡ് കുത്തി തുറന്ന് 2 ലക്ഷം രൂപയുടെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു. ഗോഡൌണിൽ സ്ഥാപിച്ച CCTV ക്യാമറ, ഇൻവെർട്ടർ ബാറ്ററി എന്നിവ മോഷ്ടാക്കൾ അപഹരിച്ചു. അയൽവാസിയായ ഷിബുവിന്റെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും അരിയും അപഹരിച്ചെന്ന് പോലീസ്.
കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് തന്ത്രി കണ്ഠരര് മോഹനരുടെ കാർമ്മികത്വത്തിൽ. ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാൻ ദർശനം ഈ മാസം 21-ന്. ഉത്സവ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കർശന നിയന്ത്രണങ്ങളോടെ. കോട്ടയത്തെ വൈക്കം താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ഉദ്ഘാടനം നാളെ. ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് 32 കോടി രൂപ ചെലവിൽ. ഒരുക്കിയിരിക്കുന്നത് ലേബർ റൂം, കുട്ടികൾക്കുള്ള ICU തുടങ്ങിയ സൗകര്യങ്ങൾ. ഇടുക്കിയിൽ സാന്ത്വന സ്പർശം അദാലത്തിന് തുടക്കം. അദാലത്ത് നടക്കുന്നത് മന്ത്രി M. M. മണി, പ്രൊഫസർ C. രവീന്ദ്രനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ. ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലാണ് അദാലത്ത്. ഇടുക്കി കള്ളക്കുട്ടിക്കടി ആദിവാസി സങ്കേതത്തിന് സമീപം പിടിയാന പരിക്കേറ്റ നിലയിൽ. ചെവിയുടെ പിറകിലും തലയിലും കാലിലും പരിക്കേറ്റാൻ ആവശ്യ നിലയിൽ. ദേവികുളത്തുനിന്ന് ഫോറസ്റ്റ് വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലെത്തി ചികിത്സ തുടങ്ങി. LDF സർക്കാരിന്റെ 7ാമത് ജില്ലാ പട്ടയമേള ഇടുക്കി നെടുങ്കണ്ടത്ത് 3275 പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ ദേശീയപാതയിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കൊച്ചി വാട്ടർ മെട്രോയുടെ ആദ്യ റൂട്ടിന്റെയും ടെർമിനലുകളുടെയും ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. 15 വ്യത്യസ്ത ജലപാതകളിലായി 38 സ്റ്റേഷനുകൾ. ഹരിത ഗതാഗത സംവിധാനമായ വാട്ടർ മെട്രോ രാജ്യത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഗതാഗത പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. എറണാകുളം ജില്ലയിൽ സാന്ത്വന സ്പർശം പരാതി പരിഹാര അദാലത്ത് തുടങ്ങി. ആദ്യ ദിനത്തിൽ പരിഗണിക്കുന്നത് കണയന്നൂർ, കൊച്ചി താലൂക്കുകളിലെ പരാതികൾ. അദാലത്ത് 3 ദിവസം നീണ്ടു നിൽക്കും. വീണ്ടും കേരള ബാർ കൌൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തൊടുപുഴ ബാറിലെ അഭിഭാഷകനാണ്. ബാർ കൌൺസിൽ വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള കോവിഡ് പരിശോധന തുടരുന്നു. പരിശോധന സരിത തിയേറ്ററിൽ ക്രമീകരിച്ചിട്ടുള്ള 4 കൌണ്ടറുകളിലായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ഈ മാസം 17 വരെ പരിശോധന തുടരും. എറണാകുളം കൂത്താട്ടുകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിനെതിരെ UDF പ്രതിഷേധം. ധർണ ഉദ്ഘാടനം ചെയ്ത് അനൂപ് ജേക്കബ് MLA. മർദ്ദനം നഗരസഭയിൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോണും തമ്മിൽ നടന്ന വാക്ക് തർക്കത്തെ തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്കിടെ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ സിവിൽ ഡിഫൻസ് സേനയുടെ പാസിംഗ് ഔട്ട് നാളെ. തൃശൂരിലെ ചടങ്ങ് രാമപുരമുരം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നടക്കും. 2400 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ പങ്കെടുക്കും. നവീകരിച്ച തൃശൂർ മാള ജൂത സെമിത്തേരിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നവീകരണം മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ആദ്യഘട്ട പ്രവർത്തികൾ പൂർത്തീകരിച്ചത് 98 ലക്ഷം രൂപ ചെലവ്. പാലക്കാട് അട്ടപ്പാടി കുലിക്കൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് 70-കാരനായ കുഞ്ചുണ്ടി. പുലർച്ചെ പുഴയിൽ കുളിക്കാൻ പോകുന്നതിനിടെ ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു. ദേശാഭിമാനി സീനിയർ EKB ഓപ്പറേറ്റർ പിരായിരി നെല്ലിപ്പറമ്പ് എല്ലയിടത്തുമനയിൽ V. ദേവനാരായണൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. മലപ്പുറം എടപ്പാൾ കുറ്റിപ്പുറം റോഡ് ചെറിയ വാഹനങ്ങൾക്കായി തുറന്നു. വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. റോഡടച്ചത് എടപ്പാൾ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി. ഇന്ധനവില വർധനയിൽ പ്രതിഷേധവുമായി AIYF മലപ്പുറം മണ്ഡലം കമ്മിറ്റി. നഗരത്തിൽ പാളവണ്ടി വലിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. സമരം ഉദ്ഘാടനം ചെയ്ത് CPI മലപ്പുറം മണ്ഡലം കമ്മിറ്റി അംഗം പ്രദീപ് മേനോൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെനക്കലുള്ള ജലസംഭരണിയുടെ വലിയ ഇരുമ്പ് പൈപ്പുകളിൽ ചോർച്ച. കാലപ്പഴക്കം കാരണം പൈപ്പുകളുടെ ജോയിന്റുകളിലൂടെ വെള്ളം പാഴാകുന്നു. ടാങ്കിന്റെ സൺഷെയ്ഡുകളിൽ കോൺക്രീറ്റ് അടർന്നതും ഭീഷണി. കരിപ്പൂർ വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണവും വിദേശ കറൻസി പിടികൂടി. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് 47 ലക്ഷം രൂപ വില വരുന്ന 976 ഗ്രാം സ്വർണം. ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച 7.79 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടികൂടി. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സൈനിക കൂട്ടായ്മയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ. നന്മണ്ടങ്ങാടിയിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അനുസ്മരണ സമ്മേളനം നടന്നു. കോഴിക്കോട് വളയം വിഷ്ണുമംഗലം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കുന്നതിനെതിരെ പുഴ സംരക്ഷണ സമിതി. ബണ്ടിന്റെ ഷട്ടറുകൾ താഴ്ത്താനെത്തിയ തൊഴിലാളികളെ തടഞ്ഞ സമിതി പ്രവർത്തകർ. വെള്ളം കെട്ടി നിർത്തിയാൽ ബണ്ടിലെ ചെളി നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് പുഴ സംരക്ഷണ സമിതി. കോഴിക്കോട് വടകരയിൽ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. തെക്കേൽ മീത്തൽ അമിത് രാജിന്റെ വാഹനമാണ് രാത്രി കത്തിനശിച്ചത്. തീപിടുത്തത്തിൽ ഷെഡും കത്തിയമർന്നു. വടകര പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് പയങ്കുറ്റിമലയിൽ ടൂറിസം വകുപ്പ് പൂർത്തിയാക്കിയ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. 2.15 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കേരളം ആഗോള വിനോദസഞ്ചാര
കോഴിക്കോട് അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നു. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്നത് 6.11 കോടി രൂപ ചെലവിൽ. കായികമന്ത്രി പി ജയരാജൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. വയനാട് ബത്തേരി പുൽപ്പള്ളി റോഡിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റത് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കുഞ്ഞിരാമന്. അപകടം ഇന്ന് രാവിലെ 9 മണിയോടെ. വയനാട് ഓടപ്പള്ളം ഡിവിഷനിൽ രൂപീകരിച്ച യുവധാര സ്വാശ്രയ സംഘം ഉദ്ഘാടനവും ലോഗോ പ്രകാശനം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച സുൽത്താൻ ബത്തേരി നഗരസഭാ കൌൺസിലർ പ്രിയ വിനോദ്. പാതയോര സൗന്ദര്യവൽക്കരണത്തിന് ഉദ്ഘാടനവും നടന്നു. കണ്ണൂർ സർവകലാശാല ഈ മാസം 22-25 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ബിരുദ പരീക്ഷകൾ മാറ്റി. ഈ മാസം 19-ന് അഫിലിയേറ്റഡ് കോളേജുകളിലും സെന്ററുകളിലും നടത്താൻ നിശ്ചയിച്ചിരുന്ന ബിരുദാനന്തര പരീക്ഷകൾ മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ കണ്ണപുരത്ത് സ്ഥാപിച്ച നാടൻ കലാഗ്രാമത്തിൽ പുതിയ കോഴ്സുകൾ തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് ടി.വി. രാജേഷ് എം.എൽ.എ. കണ്ണപുരത്തെ നാടൻ കലാഗ്രാമത്തിനായി സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ചു. മംഗളൂരുവിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് മലയാളി വീട്ടമ്മ മരിച്ചു. കാസർഗോഡ് സ്വദേശി മറിയുമ്മയാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരുക്ക്. നീരജ് മാധവും സിദ്ധാർത്ഥ് മേനോനും നിർമ്മിക്കുന്ന ഫസ്റ്റ് ലവ് എന്ന ഗാനം റിലീസ് ചെയ്തു. ആർഷ മോഹൻ, മൃദുൽ സി എം എന്നിവരാണ് അഭിനേതാക്കൾ. 18ാമത് ചെന്നൈ അന്തർദേശീയ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് മലയാള സിനിമ തിമിരം തെരഞ്ഞെടുക്കപ്പെട്ടു. ശിവരാമണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കെ സുധാകരൻ, രചന നാരായണൻകുട്ടി എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ദേശീയ അന്തർദേശീയ മേളകളിൽ തിമിരം 23 പുരസ്കാരങ്ങൾ ഇതുവരെ നേടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും ജോഷിയും 7 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന പാപ്പൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. ഗൂഗിൾ സുരേഷ് ഗോപി, സണ്ണി വെയിൻ, നൈല ഉഷ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സുരേഷ് ഗോപിയുടെ 252ാമത് ചിത്രമാണ് പാപ്പൻ. CAG 10,000 തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം. യഥാർത്ഥത്തിൽ നിലവിലെ റിക്രൂട്ട്മെന്റ് നിയമനങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നതിനുള്ള നോട്ടീസാണിത്. ഇതാണ് തെറ്റായി പ്രചരിക്കുന്നത്. വാലന്റൈൻസ് ദിനത്തിലാണ് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരിൽ തൂക്കിലേറ്റിയതെന്ന പേരിൽ വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. 1931 വാലന്റൈൻസ് ദിനത്തിലാണ് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നീ രാജ്യസ്നേഹികളെ ലാഹോർ കോടതി തൂക്കിലേറ്റിയത്. അതിനാൽ ഈ രാജ്യസ്നേഹികളുടെ ത്യാഗം മറക്കരുത്. ഈ തലക്കെട്ടിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ്. 2015 വിവിധ വാർത്താ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടനുസരിച്ച് ഭഗത് സിംഗിന്റെ മരണ വാറണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1930 ഒക്ടോബർ 7-നും തൂക്കിലേറ്റിയത് 1931 മാർച്ച് 31-നുമാണ്. സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെയും തൂക്കിലേറ്റിയതും ഇതേ ദിവസം തന്നെ. ഇവരുടെ പേരിൽ വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. കോതമംഗലത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികരായ 2 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികൾ. ചെപ്പോക്ക് ടെസ്റ്റിൽ 6 അശ്വിന് സെഞ്ചുറി നേടിയത് 134 പന്തിൽ. ഇന്ത്യക്ക് മികച്ച ലീഡ്. He's done it. He has done it. Ravichandran Ashwin goes to his 5th Test match 100. He leapfrogs Gary Sobers, Jacques Kallis, Mushtaq Mohammed. കർഷകരുടെ കുടിശ്ശിക പോലും നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. യു.പിയിലെ കരിമ്പ് കൃഷിക്കാർക്ക് 10,000 രൂപ കുടിശ്ശിക നൽകാനുണ്ട്. കർഷകർക്ക് ആവശ്യമില്ലാത്ത നിയമം എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് 8-ന് കൊച്ചിയിലെത്തും. തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുമതല പ്രഹ്ലാദ് ജോഷിക്കാണ്. നാളെ തൃശൂരിൽ BJPയുടെ നേതൃയോഗം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ അന്വേഷണ കമ്മീഷൻ ശുപാർശകൾ അംഗീകരിച്ച് മന്ത്രിസഭായോഗം. മരണത്തെക്കുറിച്ച് അന്വേഷിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് K. നാരായണക്കുറുപ്പ്. കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള ശുപാർശയും ഇതിൽ ഉൾപ്പെടും. #1 Election Channel 24